എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പിങ്ക് സിറ്റി ആയ ജയ്പൂരിലാണ്. ഇന്നലെ നമ്മൾ ജയ്പൂർ സിറ്റി പാലസും ചെറുതായിട്ട് ടൗണും ബസാറും ഒക്കെ ഒന്ന് കറങ്ങി. അപ്പം ഇന്ന് നമ്മൾ ആംബർ ഫോർട്ടിലോട്ട് പോവാണ്. പുത്തേറ്റ് ഫാമിലി ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയ്പൂർ വരുമ്പം സിറ്റി പാലസ്, ഹവാ മഹൽ, ഇതെല്ലാം ഒരു ഏരിയ. ബാപ്പു ബസാറൊക്കെ ഒറ്റ ഏരിയ. അപ്പം നമ്മൾ ഇന്നലെ ആ ഏരിയ ഫുള്ള് തീർത്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം, ആംബർ ഫോർട്ടിലോട്ട് പോകാം. ഫോർട്ടും പിന്നെ ജൽമഹലൊക്കെ വേറെ ഒരു സെയിം ഏരിയ. ഇവിടെ ഓട്ടോ സഫാരി ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് മൻസാഗർ ലേക്കിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഫോർട്ട് കണ്ട് വന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങാം തിരിച്ചു വരുമ്പോൾ. ഇത് ആന ഇവിടെ ഉള്ളല്ലോ. ആംബർ ഫോർട്ടിലോട്ട് കയറുമ്പോൾ അതുവഴി ആനയുടെ പൊക്കത്ത് സവാരി ഉണ്ട്. ആംബർ ഫോർട്ട് റൈറ്റ് ആണ്, അല്ല നേരെ ആംബർ ഫോർട്ട് ഇതുവഴി ഡൽഹിക്ക് പോകുന്നു. ഡൽഹി നേരെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഈ ആംബർ ഫോർട്ട് സിറ്റി സെൻറ്ററിൽ നിന്നൊരു 10-13 കിലോമീറ്റർ ദൂരെ. അത് ആംബർ ഫോർട്ടും ജൽമഹലും പിന്നെ നാരാഗഡ് ഫോർട്ട് ഇതെല്ലാം ഒരൊറ്റ റൂട്ടാണ്. ആംബർ ഫോർട്ടിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് തിരിഞ്ഞു പോയി നാരാഗഡ് ഫോർട്ടിലോട്ടും അതുപോലെ ജൽമഹലൊക്കെ. ചെറിയൊരു മലയുടെ മുകളിലാണ് ഈ ആംബർ ഫോർട്ട്. ഇത് നാർഗഡ് ഫോർട്ടും ജയറാഗഡ് ഫോർട്ടും ഒക്കെ ഇവിടുന്ന് ലെഫ്റ്റ്. നമുക്ക് ആദ്യം ആംബർ മഹൽ കണ്ടിട്ട് വരാം, ആംബർ ഫോർട്ടിലോട്ട്. ഇത് ഫോർട്ടിൻ്റെ കോട്ട മതിലായി കാണുന്നത്. നമ്മൾ കോട്ടമതിൽ കടന്ന് നേരെ ആംബർ ഫോർട്ടിലോട്ട് കയറുകയാണ്. ഇവിടെ എല്ലാം ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നല്ലേ, മരമെല്ലാം. കുറച്ച് അങ്ങനെയാണോ? അങ്ങനെ ബൊഗൈൻവില്ലയൊക്കെ പക്ഷെ നല്ല പൂത്തതുണ്ട്. ഇതാണ് മൗത്ത ലേക്ക്. ഇത് ആംബർ ഫോർട്ടാണ് നേരെ മേളിൽ കാണുന്നത്. നല്ല വലിയ ഫോർട്ടാ അല്ലേ? അത് നല്ല വലിയൊരു കോട്ട. Then we can explore all about the Amber Fort inside. 22 points. Diwane Am, Diwane Khas, Sea Smell, Winter Palace. No. We don't have time for that. I'm looking good now, ma'am. Yes, really. Your car also allowed. So we are official guide. Now you can show me my car. ഇവിടെ 2 പേര് 4 പേരുള്ള ഗ്രൂപ്പിനൊക്കെ 400 രൂപ ഗൈഡ് ചാർജ് ഉണ്ട്. ഗൈഡ് വേണോ? വേണ്ടല്ലോ. വേണ്ട. 22 സ്പോട്ടൊക്കെ പറഞ്ഞു, അതുവഴിയൊന്നും പോകണ്ട. No, we'll just walk. That's it. Okay. Now you can park here. എന്നോട് ഇവർ ചോദിച്ചു വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഇവിടെ ആൾക്കാരുണ്ട്, വണ്ടി ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇട്ടോളാന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പാർക്കിങ്ങും കുറച്ച് സ്പേസ് കുറവാണ്. അപ്പം നമ്മൾ വണ്ടിയുടെ കീ ഇവിടെ കൊടുത്തിട്ട് പോവുക ചെയ്യുന്നത്. പിന്നെ ആ ചേട്ടൻ്റെ കയ്യിൽ ഫുള്ള് കീ ആയിരിക്കുന്നത് ഇവിടെയുള്ള കാറിൻ്റെ എല്ലാം. വണ്ടി മേളിലോട്ട് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ മൊത്തത്തിൽ തിരക്കാണ് വഴിയിലും എല്ലാം ഫുള്ള്. അപ്പം അങ്ങോട്ട് 1 വേ ആണെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് വെറുതെ അവിടെ കൊണ്ടുപോയി തിരക്കിൻ്റെ അകത്തോട്ട് പോകണ്ടല്ലോ. അതെ, ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാം കാണുകയും ചെയ്യാം. പിന്നെ 22 സ്പോട്ടിൽ ഈ മഹലുകളൊക്കെ നമ്മളല്ലാണ്ട് പോയാലും കാണാം. ശീഷ്മഹലൊക്കെ ഇതിൻ്റെ അകത്താണ്, കുറച്ച് നടക്കണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആ നടന്ന് അവിടെ വരെ കയറി ചെല്ലണം. ഇംഗ്ലീഷിൽ AMBER അല്ലേ, ഹിന്ദിയിൽ ആമേർ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ആമേർ മഹൽ എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ പറയുമ്പം ആംബർ പാലസ് എന്നറിയും. അത് ഇംഗ്ലീഷിൽ വായിച്ചിട്ടാണ് ആമേർ എന്നാണ് പറയുന്നത്. ആമേർ ഇവിടുത്തെ പഴയ പേരായിരുന്നു ഈ സിറ്റിയുടെ. ഇവിടെ എലിഫന്റ് റൈഡിങ് ഉണ്ട്, അതിന് 2500 രൂപ. 2 സൈഡോടെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരും. ഒരു സൈഡ് 1 കിലോമീറ്റർ വരുന്നത്. അല്ലല്ല, നമ്മള് ഒരു സൈഡ് 1 കിലോമീറ്റർ അല്ല, മൊത്തത്തിൽ 1 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ, യു ഡ്രോപ്പ് us there, then we have to walk down. നമ്മൾ അവിടെ ചെന്നിട്ട് തന്നെ തിരിച്ച് നമ്മൾ നടന്നു വരണം. ഒരു സൈഡ് പോകാനാണ് 2500 രൂപ. അതാണ് എലിഫന്റ് ഓണേഴ്സ് ഡെവലപ്മെന്റ് സൊസൈറ്റി. ഇവിടെ എല്ലാം നല്ല രീതിക്ക് ആനയുടെ സ്മെല്ലുണ്ട്. ഒരു 500 മീറ്റർ നടക്കാനുണ്ട്. 10 മിനിറ്റ്. രാവിലെ എണീറ്റ് റെഡിയായി കയറ്റം കയറാൻ ഒരു സുഖമില്ല. കുറച്ച് നടന്നാൽ മതി, അധികം ദൂരമൊന്നും ഇല്ല. നമുക്ക് പതുക്കെ നടന്നു കയറിപ്പോ. അതല്ലെങ്കിലും പതുക്കെ പോവുള്ളൂ. വണ്ടിയും കൊണ്ട് വേണേ പോയായിരുന്നു. അതെ. പിന്നെ വണ്ടി കുറേ ജീപ്പ് സഫാരി എല്ലാം അവിടെ ഉണ്ട്. അപ്പം പിന്നെ വെറുതെ അവിടെ പോയി തിരക്കാണ്ടെന്ന് വിചാരിച്ചു. അതും സിംഗിൾ വേ ആണ്. ഒറ്റ ഇതേ ഉള്ളൂ. തിരക്കായിരിക്കും അവിടെയൊക്കെ. ഇത് ആനപ്പിണ്ടം ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതുവഴിയെല്ലാം പോയേക്കുന്നല്ല, അവർ വൃത്തിയാക്കി കൂട്ടി വെച്ചേക്കുന്ന. അതെല്ലാം കോട്ടമതില. വലിയൊരു ഫോർട്ടായത്. അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇവിടുത്തെ പട്ടിക്കുട്ടന്മാർക്ക് എല്ലാവർക്കും ഡ്രസ്സുണ്ട്. ഇതാണ് എലിഫന്റ് ഗേറ്റ്. ഈ വെച്ചേക്കുന്ന എല്ലാം ആനപ്പിണ്ടമാണ്.
ഇതാണ് ആദ്യത്തെ സ്പോട്ട്, മവോത്ത ലേക്ക്. ലേക്കിൻ്റെ നടുക്ക് ചെറിയൊരു ഗാർഡൻ പോലെ ഉണ്ട്. അപ്പോൾ ഈ ലേക്കായിരുന്നു പണ്ട് കാലത്ത് മെയിൻ ഇവിടുത്തെ വെള്ളം സോഴ്സ് ഓഫ് വാട്ടർ എന്ന് തന്നെ. അപ്പോൾ ഈ നേരെയുള്ള വഴിക്കാണ് വണ്ടി കയറി പോകുന്നത്. നമുക്കിതുവഴി നടന്നു പോകാനുള്ള ഏരിയ കൂടെ പോകാം. സ്റ്റെപ്പ് കയറിപ്പോ. രാജസ്ഥാനിലെ ജയ്പൂർ ഡിസ്ട്രിക്റ്റിലെ ആംബർ ടൗണിലാണ് ആംബർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ആ കാണുന്നത് ആംബർ ടൗണാണ്. ഇതെല്ലാം സ്വീറ്റ്സാ. ആ നീച്ച പിടിച്ചിരിക്കുന്നു. ഈച്ചല്ലേ, തേനീച്ചല്ലേ? ഇന്നലെ പറഞ്ഞില്ലേ ജയ്പൂർ സിറ്റിക്ക് ചുറ്റും ഗേറ്റുകളുണ്ടെന്ന്. ഇത് ഒരു മെയിൻ ഗേറ്റ് ആണ്. ഇതാണ് സൂരജ് പോർട്ട് അല്ലെങ്കിൽ സൺ ഗേറ്റ്. അത് നമുക്കിനി പാലസിലോട്ട് കയറാം. അതെ, വണ്ടി കൊണ്ടുവരാന്ന് പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു തോന്നുന്നു. മര്യാദക്ക് വണ്ടി കൊണ്ടുവന്നാ പോരായിരുന്നോ? മതിയായിരുന്നു. ഇവിടെ വലിയ തിരക്കൊന്നുമില്ല. ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ, ഇതിന്റെ മേളങ്ങാണ്ട് ഇവർ കൊണ്ടുപോയി വിടുമെന്നല്ലേ പറഞ്ഞേ. ടോപ്പിലായിരിക്കും. അത് വൺ വേ എന്ന് പറയുകയും ചെയ്തു. കുഞ്ഞി പക്ഷികള്, പ്രാവുകളാ കേട്ടോ. എന്തേരല്ലേ? ഞാൻ കരുതേ അവരഞ്ഞ് മോശം വഴിയാന്നൊക്കെ. പക്ഷെ ഇത് വഴിയൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, മോശം വഴിയൊന്നും അല്ലായിരുന്നു. അതെ, ചിലപ്പോ വേറെ വഴി ഉണ്ടാവും. വേറെ വഴി ഉണ്ടെന്നറിയില്ല. എന്തായാലും ഇതും ഇവിടെ വരെ വണ്ടി കയറ്റിക്കൊണ്ട് വരാൻ പറ്റുന്ന അവിടെ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. ടിക്കറ്റ് വിൻഡോ റൈറ്റ്. ATM ഒക്കെ ഉണ്ട് കേട്ടോ. ഡ്രോൺ വീഡിയോ ഒക്കെ ഉണ്ട്. ഇന്ത്യ ഫസ്റ്റ് ഡ്രോൺ വീഡിയോ. നമ്മുടെ വീഡിയോ എടുത്തു തരുമെന്ന് തോന്നുന്നു. അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർ നിന്ന് കറങ്ങുന്ന ഡാൻസ് കളിക്കുന്നതൊക്കെ. വെഡിങ്ങിനൊക്കെ ആയിട്ട് മെയിൻലി. ടിക്കറ്റ് കൗണ്ടർ നേരെ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, ഗവൺമെന്റ് ഓഫ് രാജസ്ഥാൻ. ഒഫീഷ്യൽ ഗൈഡ് ഫീസ്. ടിക്കറ്റ് ചാർജ് 202 രൂപയാണ് അഡൾട്ടിന് വരുന്നത്. 7 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ എൻട്രിയാ. പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ 52 രൂപയേ ഉള്ളൂ ഒരാൾക്ക്. പൊന്നു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അവർക്ക് 52 രൂപയും. എനിക്ക് സ്റ്റുഡൻ്റ് അല്ലാത്തതുകൊണ്ട് എനിക്ക് 202 രൂപ, 254 രൂപയായി ടോട്ടൽ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഗേറ്റ്, ചാന്ദ് പോൾ അല്ലെങ്കിൽ മൂൺ ഗേറ്റ്. പണ്ട് കാലത്ത് സാധാരണക്കാർ ഇതുവഴിയാണ് എൻട്രി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ വന്ന് ഒരിടത്ത് ആദ്യം പാർക്കിങ്ങിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി നിർത്തിയപ്പം അവിടെ ഗൈഡ് പറഞ്ഞു 600 രൂപയെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോഴേക്കും 400 രൂപ ഗവൺമെൻറ് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞ ആൾ വന്നു. ഇവിടെ വന്നപ്പം 200 രൂപയ്ക്ക് ഗൈഡ് വരുമെന്ന് പറഞ്ഞു. അപ്പം മേളിൽ വന്നിട്ട് ഗൈഡ് എടുത്താൽ മതി, ഗൈഡ് എടുക്കുന്നവർ താഴെ നിന്ന് എടുക്കണ്ട. അപ്പോൾ ഈ മോൺ ഗേറ്റ് വഴി നമുക്ക് വെളിയിലോട്ടുള്ള വഴിയാണ്. നമുക്കെന്നാൽ പാലസിലോട്ട് കയറാം. പാലസ് കണ്ടിട്ട് വരാം. ഇതാണ് പാലസിൻ്റെ മെയിൻ എൻട്രി അല്ലേ? ആ, ഇതുവരെ പാലസിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് സിംഗ് ഫോൾ അല്ലെങ്കിൽ ലയൺ ഗേറ്റ്. ഇത് 1699 to 1743 AD മഹാരാജ സവായി ജെയ്ത് സിംഗിൻ്റെ ഓർഡർ അനുസരിച്ച് പണിത ഗേറ്റാണ്. ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മൾ സാധാരണ കാണുന്ന പോലെ ഈ ഗേറ്റ് കഴിഞ്ഞ് നേരെ പാലസിലോട്ടുള്ള സ്ട്രെയിറ്റ് എൻട്രൻസ് അല്ല. ഇവിടുന്ന് തിരിഞ്ഞ ബാലൻസിലോട്ട് എൻട്രൻസ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറ്റാക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പം മേളിൽ നിന്ന് ഭടന്മാർക്ക് അറ്റാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ പണിയുമ്പോൾ. ഇല്ലേ നേരെ കയറുന്ന പാലസ് കോർട്ടിലോട്ടല്ലേ. അപ്പോൾ ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. കച്ച്വാഹ രാജപുത്രരുടെ കോട്ടയാണ് അമേർ കോട്ട അല്ലെങ്കിൽ ആംബർ പാലസ്. ഈ കോട്ട മുഗൾ രാജപുത്ര സ്റ്റൈലിൽ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ മഹാരാജ മാൻസിംഗ് ഒന്നാമനാണ് കോട്ടയുടെ പണി ആരംഭിക്കുന്നത്. പിന്നീട് പല നൂറ്റാണ്ടുകൾ കൊണ്ട് പല ഭരണാധികാരികളാണ് ഈ കോട്ട പൂർത്തിയാക്കി. ഈ കോട്ട നിർമ്മിച്ചത് റെഡ് സാൻഡ്സ്റ്റോണും വൈറ്റ് മാർബിളും ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ദിവാൻ ഇ ആം, ഹാൾ ഓഫ് പബ്ലിക് ഓഡിയൻസ്. ഇവിടാണ് രാജാവ് പ്രജകളെയൊക്കെ മീറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഒഫീഷ്യൽസിനെയൊക്കെ ആയിട്ടുള്ള മീറ്റിങ്സ് ഒക്കെ നടന്നുകൊണ്ടിരുന്നത് ഇവിടെയാണ്. പിന്നെ
ഫെസ്റ്റിവൽ സമയങ്ങളിലൊക്കെ ഇവിടെ ആയിരുന്നു ആഘോഷങ്ങളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ ഇത് റെഡ് സാംസ്റ്റോണും വൈറ്റ് മാർബിളും ചേർത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡിസൈനായിട്ട് കണ്ടോ ആനയുടെയൊക്കെ തലയൊക്കെ കൊടുത്തിരിക്കുന്നത്. മവോത്ത തടാകത്തിൻ്റെ സൈഡിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ പ്രധാന ഏരിയകളാണ് ദിവാൻ ഇ ഖാസ്, ദിവാൻ ഇ ആം, ശീഷ് മഹൽ, അതുപോലെ തന്നെ സുഖനിവാസ്. ഈ ദിവാൻ ഇ ആമിൻ്റെ സൈഡിൽ 27 ഓഫീസുകളുണ്ട്. ഇതെല്ലാം നേരത്തെ ഒഫീഷ്യൽ ബിൽഡിങ്സ് ആയിരുന്നു പണ്ടുകാലത്ത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുളിമുറി, ടർക്കിഷ് ബാത്ത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ആവി വീടും. അപ്പോൾ ഇങ്ങനെ ഇതുവഴി വന്ന് റൂം മൊത്തം ആവിയായി. അങ്ങനെയാണ് സ്റ്റീം ബാത്ത് നടന്നിരുന്നത്. കുളിമുറിയിലും നല്ല വ്യൂ ആണ് വെളിയിലോട്ട്. ഇവിടെ എല്ലായിടത്തും നിന്നാലും ഈ ലേക്ക് കാണുന്നല്ലേ, ഈ ഒരു തടാകവും പിന്നെ ആ ഒരു മലയും. അപ്പോൾ ഇത് ബാത്ത് പോലെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് 4 സൈഡിൽ നിന്ന് വെള്ളം വരും. അങ്ങനെ ഇതായിരുന്നു ടോയ്ലറ്റ്, അത് അടച്ചിട്ടേക്കാം. പിന്നെ നമുക്ക് ശീഷ് മഹലൊക്കെ കാണാൻ വേണ്ടി പോവാം. ഈ കാണുന്നതാണ് ദിവാൻ ഐ ഖാസ് അല്ലെങ്കിൽ ഹാൾ ഓഫ് പ്രൈവറ്റ് ഓഡിയൻസ്. ഇവിടെയാണ് പ്രൈവറ്റ് മീറ്റിംഗ്സ് ഒക്കെ കൂടിയിരുന്നത്. ഈ ദിവാൻ ഐ ഖാസിലെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറർ വർക്ക്സ് കാരണമാണ് ഇത് ശീഷ് മഹൽ എന്നറിയപ്പെടുന്നത്. ആ കാണുന്നതാണ് ജാസ് മന്ദിർ. ഇതാണ് ശീഷ് മഹൽ, മൊത്തം മിററാണ്, ഫുള്ള് ഗ്ലാസ് വർക്കാണ്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, നല്ല രസമുണ്ട്. പിന്നെ ഡിസൈനാണ്. ഇതൊക്കെ ഉണ്ടല്ലോ മുഗൾ രാജ്പുത് സ്റ്റൈലിനൊരു മിക്സഡ് ബ്ലെൻഡാണ്. ഇവിടെ ഈ പ്രൈവറ്റ് ഓഡിയൻസ് ഹാളിൻ്റെ നടുക്ക് ചെറിയൊരു ഫൗണ്ടെയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സുഖമന്ദിർ. ഈ സമ്മർ ടൈമിലൊക്കെ ചൂടുള്ള സമയത്ത് ഇവിടെയാണ് രാജകുടുംബങ്ങളൊക്കെ താമസിച്ചിരുന്നത്. ശീഷ് മഹലിന് നേരെ ഓപ്പോസിറ്റായി സുഖമന്ദിർ. ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പാണ്. അതുണ്ടോ അതിൻ്റെ ഒന്ന് വെള്ളം വരുന്നുണ്ടോ? ഈ ഫൗണ്ടൈനിലോട്ട് പോകുന്ന വെള്ളം തോന്നുന്നു. ആയിരിക്കണം. അതെ അതെ, ഇതിൻ്റെ അകത്തോട്ട് പോകുന്നത്. നല്ല തണുത്ത കാറ്റ് വീശുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട്. നമുക്ക് മേളിപ്പോൾ മേളിൽ നമുക്ക് ടെറസ് വ്യൂ ഉണ്ട്, ഫുൾ വ്യൂ. ടെലസ്കോപ്പ് ഉണ്ട്, ചാർജ് ഉണ്ട് 20 രൂപ പെർ പേഴ്സൺ. നമ്മളിതുവഴിയാ കയറി വന്നേ. ഇത് ആപ്പൊന്ന് പുള്ളിക്കാരനില്ലേ, പുള്ളിക്കാരൻ നേരെ തമ്പാക്ക് എന്ന് ചോദിച്ചിട്ട് ഒറ്റ തുപ്പ ഫൗണ്ടൈൻ്റെ അകത്തോട്ട്. ഞാനും കണ്ട. എന്താ അല്ലേ സത്യം. എല്ലായിടത്തും ഇങ്ങനെ എന്തെങ്കിലും സ്റ്റെയിൻസ് ഉണ്ടാവും. ഏത് ഫോർട്ടിൽ പോയാലും എവിടെയെങ്കിലും തുപ്പിയിട്ടേക്കുന്നതാണ്. ഇതാണ് ശീഷ് മഹലിൻ്റെ മേളി വശം. അപ്പം ഇവിടുന്ന് മറ്റേ ഡ്രോൺ ഫോട്ടോഗ്രാഫി ഇല്ലേ, അതിവിടെയാണ്. അപ്പം ആമർ ഫോർട്ടിൻ്റെ പാലസ് ടൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് താഴെ വേറെ 2 ഫോർട്ടുകളുണ്ട്, അങ്ങോട്ട് പോകാം. ഇനി നമുക്ക് കൊട്ടാരത്തിലെ ശൗചാലയം കാണാം. പണ്ട് കാലത്ത് ഇവിടെ ചൂടുവെള്ളവും തണുത്തവെള്ളവും എല്ലാം കിട്ടുമായിരുന്നു പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ഇതിൽ ആകാംക്ഷയില് അതെ ഞങ്ങൾ മേളിൽ കയറി പോയി. പക്ഷെ അവിടെ ഒന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ നിന്ന ഹാളിലോട്ട് തന്നെ വന്നേ. ഇവിടെ തലയിടിക്കും, പൊക്കമുള്ളവർ സൂക്ഷിക്കാം. നമുക്ക് കുഴപ്പമില്ല, കട്ട് വെക്കാം. അപ്പോൾ ഇത് പണ്ടത്തെ വാഷ്റൂംസ്, ടോയ്ലറ്റുകളായിരുന്നു. അപ്പോൾ ഇത് വാഷ്റൂം ഏരിയ ആയിരുന്നു, അതായിരിക്കും ടോയ്ലറ്റ്. വലിയ പാത്രമൊക്കെ ഇരിപ്പുണ്ട്. വാഷ്റൂമിൽ നല്ല വ്യൂ ഉണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ. സത്യം. പോട്ടെ. ഇത് ഏതുണ്ട് അവിടെ ആയിരുന്നു ഒരു പാത്രം, വലിയ ഇതൊക്കെ വെച്ചിരുന്ന പാത്രം വെക്കുന്ന ഏരിയ. ഇതിൻ്റെ അകത്ത് ഭയങ്കര പൊടിമണമാണ്. പിന്നെ ഇവിടെ എല്ലാം തുപ്പി ഇട്ടേക്കാം, മൊത്തം തുപ്പി. ഇതൊക്കെ എങ്ങോട്ടാണോ പോകുന്നത്? മേളിലോട്ടായിരിക്കും കേട്ടോ മിക്കവാറും നമ്മൾ ഈ സ്റ്റെപ്പ് വഴി ഇറങ്ങി ചെല്ലുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്ന് വേറെ ഏതൊരു സൈഡിലെത്തി. എനിക്കൊന്ന് ശീഷ് മഹലിൻ്റെ ബാക്ക് സൈഡോ വല്ലതെന്ന് തോന്നുന്നു. ഇവിടെയും ചെറിയ ഹാള് പോലെ അല്ലേ. ഇവിടെ ആയിരുന്നു വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. ഇത് അണ്ടർഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജാണ്. ഇതുവഴി അങ്ങ് താഴോട്ട് ഇറങ്ങിപ്പോണം. ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഈ ഏരിയ എന്ന് പറയുന്നത് റാണിമാരുടെയൊക്കെ താമസ സ്ഥലമായിരുന്നു. അപ്പോൾ ലേഡീസ് അപ്പാർട്ട്മെൻ്റ് എന്നാണ് ഇത് അറിയുന്നത്. ഇത് പണ്ടത്തെ തുളസിത്തറയാണ്. ഇതുവഴിയൊക്കെ വേണേൽ നമുക്ക് മേളിലോട്ട് കയറാം. ഇവിടുത്തെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ മനുഷ്യൻ്റെ ഇടപാട് തീരും. ഇവിടെ കോട്ടയ്ക്കകത്ത് ഒരു കോഫി കടയൊക്കെ ഉണ്ട്. അപ്പോൾ കോട്ടയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുക. എല്ലായിടത്തും പാട്ടുകാരുണ്ട്. ഇതൊക്കെ രാജസ്ഥാനി ഡോളുകളാണ്.
ഇവിടെ ഇതുപോലത്തെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. ഈ ഇരിക്കുന്ന വലിയ പാത്രമൊക്കെ ജോധ അക്ബർ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ട് പിന്നെ ഇവിടെ വെച്ചിട്ട് പോയ സാധനങ്ങൾ. ഇതവിടെ ചേച്ചി ഇരുന്ന ചൂലുണ്ടാക്കുക, ചൂൽ. ആംബർ പാലസ് ഷോപ്പ്, എ യൂണിറ്റ് ഓഫ് ഹാൻഡിക്രാഫ്റ്റ്. ഇതാണ് 3 ഗേറ്റ് വേസ് അല്ലെ, ട്രിപ്പോളിയ ഗേറ്റ്. ഇത് 3 ഡയറക്ഷൻ ഈ ഗേറ്റ് ഓപ്പൺ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗേറ്റിൽ നമുക്ക് 3 ഡയറക്ഷനിലോട്ട് പോകാമെന്നാന്ന് തോന്നുന്നു. അങ്ങോട്ടൊരു വഴിയുണ്ട്, അങ്ങോട്ടൊരു വഴിയുണ്ട്. ഇപ്പം നമ്മൾ വന്നൊരു വഴി. നമ്മൾ ഫോർട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി. ഇപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ടൗൺ കാണാം, ടൗണും വില്ലേജൊക്കെ. പണ്ട് ഇവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ നല്ല ഹൈറ്റാന്ന് തോന്നുന്നു. സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് കണ്ടോ? ഇത് എനിക്കിവിടെ ഇരിക്കാൻ പറ്റും. ഇതാണ് വില്ലേജിൽ നിന്ന് വരുന്ന വഴി. അപ്പോൾ അതുവഴി എല്ലാം കറങ്ങി വരും. ഈ വഴിക്ക് അത്യാവശ്യം തിരക്കുണ്ട്, ആൾക്കാർ ഇറങ്ങുന്നതും നിൽക്കുന്നതും. മറ്റേത് എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ഇതായിരിക്കും തോന്നുന്നു. അത് ആനയുടെ വഴിയായിരുന്നു മറ്റത്, അതല്ലായിരുന്നു. ഇതാണ് വണ്ടി വരുന്ന വഴി. അതൊരു അമ്പലമാണെന്ന് തോന്നുന്നു. അതിൻ്റെ പണിയുണ്ടോ? എന്നെ ഭംഗിയല്ലേ. ഒരു ഗുവ മേടിക്കാം, പേരയ്ക്ക. എനിക്ക് മറ്റേ മസാല ഇട്ട് മതി, ഉപ്പുമുളക്. സ്പൈസി. അതാണ് വില്ലേജ് റോഡിലോട്ടുള്ള വഴി. അതുവഴി ആ ജീപ്പ് സഫാരിക്കൊക്കെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു നാരങ്ങ വെള്ളം മേടിച്ചു. അപ്പോൾ അറക്കുന്നേരം തേനീച്ചയാ, തേനീച്ച മൊത്തം. ഇനിയിപ്പോൾ നമുക്ക് നാരാഗഡ് ഫോർട്ടിലോട്ട് പോവാം, താഴോട്ട്. അപ്പോൾ ജൽമഹൽ അല്ലേ? ജൽമഹൽ അത് കഴിഞ്ഞിട്ട്. അതല്ല പൊക്കത്ത് നിന്ന് കണ്ട അമ്പലം. അമ്പലം തോന്നുന്നത്. അവിടെ പൂജയൊന്നുമില്ല. അപ്പോൾ ഈ ഫോർട്ടിലോട്ട് പോകാൻ നമ്മൾ കുറച്ചുകൂടെ കയറ്റം കയറണം. നല്ല കയറ്റം, വളവ് ഏരിയൊക്കെ ഉണ്ട്. ഈ ഫോർട്ടുകളെല്ലാം ഓരോ മലകളുടെ മുകളിലല്ലേ. ഇവിടെ എല്ലാം തിരക്കാട്ടോ. ഇഷ്ടം പോലെ വണ്ടിയെ തിരിച്ചിറങ്ങി വരുന്നത്. ജയ്ഗഡ് ഫോർട്ട് നേരെ 9 മണി തൊട്ട് 6 വരെ ടൈമിങ്. ഫുള്ള് ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന ഒരു മലയല്ലേ. മൊത്തം ഉണങ്ങിയ മരങ്ങൾ. ഇടയ്ക്ക് പച്ചപ്പുണ്ട് കയറി വരുന്നിടത്തൊക്കെ. നമുക്കേ അപ്പുറത്ത് ഫോർട്ടിലോട്ട് പോവാം. ഇവിടെ പാർക്കിങ് തന്നെ 200 രൂപ. നമ്മൾ കയറുന്നില്ലല്ലോ, പിന്നെ ഇല്ല, പാർക്കിങ്ങിന് അതേ പൈസ കൊടുക്കണ്ടല്ലോ. അപ്പൊ പോവാന്ന് വെച്ചു. എല്ലായിടത്തും നല്ല തിരക്കാണ്. ഇതൊക്കെ നരാഗഡ് ഫോർട്ടിന്റെ മതിലുകളൊക്കെ കാണുന്നത്. അവിടെയും പാർക്കിങ്ങിന് ടിക്കറ്റ് എടുത്തിട്ടാണ് പോകാൻ. എത്രയായി? ഇവിടെ 50 രൂപ. ഇവിടെ നമ്മൾ കോട്ടവാതിലൂടെ കയറിയല്ലേ പോന്നെ. അത് ഇവിടുത്തെ ഫോർട്ടിലല്ലാതെ. എല്ലായിടത്തും ഭയങ്കര തിരക്കായെന്ന് പറയാം. ഇവിടെ സൺസെറ്റ് പോയിന്റ് ഉണ്ട്, നല്ല രസമായി. വൈകുന്നേരം ആകുമ്പോൾ സൺസെറ്റ്. അതിൻ്റെ തോന്നുന്നു ഇവിടെ ഇപ്പം തിരക്ക്. ഇനിയിപ്പോൾ സൺസെറ്റിൻ്റെ സമയമായി. വാ, നരാഗഡ് ഫോർട്ട് കണ്ടിട്ട് വരാം. സൂര്യനൊക്കെ അസ്തമിക്കാറായി. ഇത് ഓട്ടോ സ്റ്റാൻഡ് അവിടുത്തെ. ഇഷ്ടംപോലെ ഓട്ടോ കിടപ്പുണ്ട്. ഡെയിലി ഇപ്പോൾ ഫോട്ടോ കണ്ട് ഫോട്ടോ കാണുമ്പോൾ ഒരു വ്യത്യാസമൊന്നും തോന്നുന്നില്ല, എല്ലാം ഒരേപോലെ തോന്നും. ജയ്സാൽമീർ റോഡ് കാണാൻ തുടങ്ങിയത് എല്ലാം ഇപ്പോൾ ഒരേപോലെ തോന്നുന്നത്. ജയ്സാൽമീർ ഫോട്ടോ പക്ഷെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടെ ജോധ്പൂർ ഇവിടെ കുറേ ഒരു എല്ലായിടത്തും മോത്തിമഹൽ അല്ല, മോത്തിമഹൽ, ശീഷ് മഹൽ, ഫൂൽ മഹൽ എല്ലാം ഒരേപോലെ. വ്യത്യാസമുണ്ട്, ലൈക്ക് പെയിൻറ്റിങ്സ് ഒക്കെ വ്യത്യാസമുണ്ട്, പക്ഷെ പണതേക്കുന്നൊക്കെ രീതി ഒരേപോലെ ഉണ്ട്. ഇവിടെ എല്ലാം പാർക്കിംഗ് ഏരിയകളാണ്. അങ്ങോട്ടെത്താം അവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടി കിടപ്പുണ്ട്. ഇത് ഇവിടെ മിക്സർ പോലെ ഇരിക്കുന്നു, കളറിലടുക്കി വെച്ചേക്കുന്നത്. പിന്നെ ചോളമൊക്കെ ഉണ്ട് കേട്ടോ. പപ്പടം ഉണ്ട്. ഇവർ ഈ പപ്പടം വെറുതെ തന്നെ തോന്നുന്നല്ലേ. അതിലേതാണ്ട് മസാല പോലെ ഇട്ടിട്ട് അത് കഴിക്കുന്നതാണ്. ഇവിടെ ഇഷ്ടംപോലെ ചോളക്കാരുണ്ട്. ഇവിടെ ഉണ്ട് ശീഷ് മഹൽ, പാലസ് ഓഫ് മിറേഴ്സ്. ഇവിടെ ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് അഡൾട്ടിന് 100, സ്റ്റുഡൻസിന് 50. ഈ കോമ്പസ് ടിക്കറ്റ് 2 ദിവസത്തേക്കുള്ള വാലിഡിറ്റി 550 എടുക്കുകയാണെങ്കിൽ നമുക്ക് നരാഗഡ് ഫോർട്ട്, ആംബർ ഫോർട്ട്, ജന്തർ മന്ദിർ, മ്യൂസിയം, ആൽബർട്ട് ഹാള്, ഹവാമഹൽ എല്ലാം കാണാം. 550 ടിക്കറ്റ് വലിയ കുഴപ്പമില്ലല്ലേ. 2 ദിവസത്തേക്കുള്ള ടിക്കറ്റാ. ഇതിപ്പോൾ അല്ലെങ്കിലും ആവും. ഇപ്പം ആംബർ ഫോർട്ടിൽ ഒരാൾക്ക് 202 രൂപയായി. അതുപോലെ ഹവാമഹലിലെങ്കിൽ 100 രൂപ എത്രയുണ്ടായിരുന്നു തോന്നല്ലേ. അങ്ങനെയായിരുന്നു. പിള്ളേർക്ക് എന്തായാലും 150 രൂപയുടെ ടിക്കറ്റ് നല്ല യൂസുള്ള ഇന്ത്യൻ സ്റ്റുഡൻസിന്. കാരണം 2 ദിവസത്തേക്ക് 150 രൂപയ്ക്ക് ഇത്ര സ്ഥലം കാണാൻ പറഞ്ഞാൽ നല്ല ഇതാണ്. അതൊരു വ്യൂ പോയിൻ്റാണ്.
അവിടെ നിറച്ച ആൾക്കാരാ. ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. നമുക്ക് ഇവിടുത്തെ ടൗൺ ഫുള്ള് കാണാം ഇവിടെ നിന്ന്. ഇവിടെ ഭയങ്കര തിരക്കാണ്, ക്യൂ ആ ഇവിടെ സൺസെറ്റ് പോയിന്റ് നിൽക്കാൻ വേണ്ടി. ഇത് നമ്മൾ ഫോർട്ടിൽ കയറുന്നതിനേക്കാളും ഒരു റിസോർട്ടിൽ പോയ വൈബുണ്ടല്ലേ. അതെ. ഇത് ഇവിടെ സ്റ്റെപ്പ് വെല്ലുണ്ട്. ഞങ്ങൾ കുറേ ആയിട്ടൊരു സ്റ്റെപ്പ് വെല്ല് കണക്കാം. ഓ സത്യം, ഇതുവരെ കാണാൻ പറ്റിയില്ലായിരുന്നു. എൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. അതെ, നിറച്ച് വേസ്റ്റ് മൊത്തം പ്ലാസ്റ്റിക് കുപ്പികളാണ്. ഇതല്ല, അല്ലാണ്ട് വേറെ കുറെ സ്റ്റെപ്പ് ഇങ്ങനെ ഒക്ടഗണൽ ഷേപ്പിലൊക്കെ എന്നിട്ട് ഇങ്ങനെ വി പോലെ ഇങ്ങനെ വന്ന്, അത് നല്ല രസമാണ്. ഇതും കുഴപ്പമില്ല. ഇതും ഒരു ഡിഫറെൻ്റ് ഇത്. ആ കാണുന്നതൊക്കെ ആരവല്ലി മലനിരകൾ. സൺസെറ്റിൻ്റെ സമയത്തേക്ക് കണ്ടോ നല്ല തിളങ്ങി നിൽക്കുന്നു. അതെ, മഞ്ഞ കളറിൽ നല്ല ഗോൾഡ് ഇതായിട്ട്. ഇത് സൺസെറ്റ് പോയിന്റ് ഇതേ നേരെ സൂര്യനൊക്കെ താന്നു തുടങ്ങി. തിരക്കായിരിക്കും അവിടെയൊക്കെ. ആ, ഇത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അവരുടെ തന്നെ പ്രൈവറ്റ് സൺസെറ്റ് പോയിന്റുകളുണ്ട്. ആ മേളിലൊക്കെ കാണാതാ. ഈ സൺസെറ്റ് നീ വഴി നിന്ന് കാണേണ്ടി വരും. നമുക്ക് വഴി നിന്ന് കാണുന്നതായിരിക്കും നല്ലത്. എന്തൊരു തിരക്കാത്, ഭയങ്കര തിരക്കാ. നമുക്ക് താഴെ നിന്ന് കാണാം. നമുക്ക് പോയി 2 വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് പോവാം. നമ്മൾ ഗൂഗിളിൽ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്നത് അവിടെ ഇരുന്നുള്ള സൺസെറ്റ് പോയിന്റ്. താഴെ അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. താഴെ നിറച്ച് വീടുകളാണ് കേട്ടോ. മെയിൻ ടൗൺ ഇവിടെ വന്നാൽ കാണാം. അവിടെ മേളിൽ ആൾക്കാരിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് മതില, വേറൊന്നും കാണത്തില്ല. ഇപ്പം നമുക്ക് തിരിച്ചു പോവാം. അതെ, ഇത് മിക്സറല്ലായിരുന്നു, ബേൽപുരിയുടെ ഐറ്റംസ് ആയിരുന്നു. വേണോ? നല്ല കളർഫുള്ളായിട്ടുണ്ട്. കടലയാ, എനിക്ക് കടല ഇഷ്ടമല്ല. അത് ചോളവും എന്താ പയറും പിന്നെ കടല എല്ലാം കൂടെ പുഴുങ്ങിയ എന്തോ ഐറ്റം. വെള്ളം വേണോ? ഒരു ബേൽപുരി വേണം മേടിക്കാം. ബേൽപുരി തന്നെ ഇടല്ല. അല്ലേ പുള്ളിയുടെ ഈ പപ്പടം ഒരെണ്ണം മേടിച്ചു നോക്കിയാലോ? ഇഷ്ടമല്ല ഈ പപ്പടം. അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാം, പക്ഷെ അല്ലാണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിലെ പപ്പടം കഴിക്കുന്നതല്ല, വേറൊരു ടേസ്റ്റ് അല്ലേ. നമുക്കേ ചായ കുടിച്ചിട്ടോ നമ്മളിനി ഇവിടുന്ന് വണ്ടി എടുത്ത് താഴ്ചന്ന് ബാക്കി 9 നേരം നല്ല ട്രാഫിക് ഉണ്ട്. അപ്പോൾ 2 ചായയും ഒരു സാൻഡ്വിച്ചും പറഞ്ഞു. പൊന്നു ഒരു ചോളവും കൂടെ മേടിച്ചു. ഇതാണ് പൊന്നുവിൻ്റെ ഇന്നത്തെ ഡിന്നർ. നല്ല തണുപ്പായി, അതുകൊണ്ട് നല്ല രസം. ഒരു സ്വീറ്റ് കോൺ കിട്ടുമ്പോൾ ഒരു നല്ല സുഖം. ചൂട് കഴിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. ചൂട് കഴിക്കുമ്പോഴൊരു സുഖമില്ലേ? ഞാൻ മേടിച്ചതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? കഴി തുണത്തിരിക്കുമായിരുന്നു, ഇപ്പോഴത്തെ സമാനം. നമ്മൾ തിരിച്ചു പോവുക. വഴിയിൽ നല്ല തിരക്കുണ്ട്. അതാണ് ജൽമഹൽ അല്ലെങ്കിൽ വാട്ടർ പാലസ്. നമ്മൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കാണാം സൈഡിൽ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് എൻട്രി ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ വന്ന് ഇങ്ങനെ കാണാവുന്നേ ഉള്ളൂ. മൻസാഗർ ലേക്കിലാണ് ജൽമഹൽ ഇരിക്കുന്നത്. അപ്പം ഈ മൻസാഗർ ലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ്. 16ാമത്തെ സെഞ്ച്വറിയിൽ പണിത ഒരു പാലസാണ് ആ ജൽമഹൽ. നല്ല ഭംഗിയുണ്ടല്ലോ അതിൻ്റെ ആ റിഫ്ലക്ഷനൊക്കെ വെള്ളത്തിലൂടെ അടിക്കുമ്പോൾ. പിന്നെ നമ്മൾ ആമർ ഫോർട്ട് പോയി, നാരാഗഡ് ഫോർട്ട് പോയി, പിന്നെ ഇപ്പോൾ ജൽമഹലും കണ്ടു. അപ്പോൾ ആമർ ഫോർട്ടിൽ തന്നെ കുറേ നേരം പോയി, നമ്മുടെ 2-3 മണിക്കൂർ പോയി. ഇനി നമുക്ക് പോയി എവിടെയെങ്കിലും റൂം എടുത്തടന്ന് ഉറങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് ഔട്ടറിലോട്ട് പോവാം അല്ലേ? ഇപ്പം നമ്മൾ 2 ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നതെല്ലാം ഇപ്പം ഒന്നെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഐറ്റംസ് ആയിരിക്കും, പാനിപ്പൂരി ബേൽപൂരി അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ആയിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ ഫ്രൂട്ട്സ് ആയിരിക്കും കൂടുതലും കഴിക്കുന്നത്. വേറെ അധികം അങ്ങനെ ഫുഡ് കഴിക്കുന്നേ ഇല്ല. ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലും നമുക്ക് വയറ്റി പിടിക്കില്ല, അതൊരു പ്രശ്നമാണ്. ഇപ്പം ഇത്രയും ദിവസം ആണെങ്കിലും നമ്മൾ ഇതൊക്കെ കഴിച്ചു ഓൾറെഡി. എപ്പോഴും ഈ റൊട്ടി കറി ഓൾറെഡി കഴിച്ചു. അപ്പം റൊട്ടി കഴിച്ച് മടുത്തു. അതുകൊണ്ട് എവിടുന്നേലും കുറച്ച് ചോറ് കിട്ടണം. ചോറ് എന്ത് ബ്ലോക്കല്ല ഇവിടെ വഴിയിലൊക്കെ, ഭയങ്കര തിരക്കാ. ഇത് തണുപ്പ് കാരണം ആൾക്കാർ തീ കായുന്നു. ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നവരാന്ന് തോന്നുന്നു, റോഡ് സൈഡിൽ തന്നെ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലേ? അപ്പുറത്തുനിന്ന് ഒരു ടേണിങ് മിസ്സായതാ, അതുകൊണ്ട് നമ്മളിപ്പം ടൗണിൽ കൂടെയാണ് പോകുന്നത്. നല്ല ബ്ലോക്കാണ് ഇവിടെ ഫുള്ള് ബ്ലോക്കാ, അങ്ങോട്ടും ഇങ്ങോട്ടും. എത്ര നേരമായില്ലേ ഈ ബ്ലോക്കിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? കുറേ നേരമായി. അങ്ങോട്ട് ഓപ്പോസിറ്റ് അങ്ങോട്ട് 2-3 ലെയറിലൊക്കെ വണ്ടി നിൽക്കുന്നു. എല്ലായിടത്തും ഇതുപോലെ തിരക്കാവുമ്പോൾ ഇവരെല്ലാവരും ഇടയിൽ കൂടെ കയറി വരും, പിന്നെ അടുത്ത ലൈനാവും, പിന്നെയും തിരക്കാവും. അത് കാരണം അപ്പം നമ്മൾ റൂമൊക്കെ തപ്പുന്നേ ഉള്ളൂ. അപ്പം ഇനി ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നടക്കണം.